ഹായ് ഫ്രണ്ട്സ്, ആചാര്യ PSC ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഞാൻ ഉദയചന്ദ്രൻ. ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കേരള നവോത്ഥാനം. കേരള നവോത്ഥാനത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് കേരള നവോത്ഥാന നായകന്മാരെയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കേരള നവോത്ഥാനത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന വ്യക്തിയുടെ പേരാണ് TK മാധവൻ. TK മാധവനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC നിലവിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: മഹാസമാധി എന്നുള്ള ഒരു കൃതിയുണ്ട് കേരള ചരിത്രത്തിലെ നവോത്ഥാനത്തിലെ മഹാസമാധി. ഈ മഹാസമാധി എന്ന കൃതി എഴുതിയത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. KP കറുപ്പന്റെ ഒരു കൃതിയാണ് മഹാസമാധി എന്ന് പറയുന്ന കൃതി. ഈ ക്വസ്റ്റ്യൻ PSC ചോദിച്ചത് ഇങ്ങനെയാണ്: ആരുടെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് പണ്ഡിറ്റ് KP കറുപ്പൻ മഹാസമാധി എന്ന കൃതി എഴുതിയത്? ഒന്നും കൂടെ, ആരുടെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് പണ്ഡിറ്റ് KP കറുപ്പൻ മഹാസമാധി എന്ന കൃതി എഴുതിയത്? അതിന്റെ ഓപ്ഷൻ ഇങ്ങനെയൊക്കെയായിരുന്നു: ഒന്ന് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, TK മാധവൻ, തൈക്കാട് അയ്യൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്ന സ്ഥിതിക്ക് നമുക്ക് സാധാരണ ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ ആദ്യം കളയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും അതിൽ നിന്ന് TK മാധവൻ. കാരണം മഹാസമാധി വലിയൊരാളെ കുറിച്ച് എഴുതിയതായിരിക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ അന്ന് തൊട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിച്ചു തുടങ്ങിയ വ്യക്തിയാണ് TK മാധവൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ കാര്യം നമുക്ക് പറയാം. ഇപ്പൊ പറഞ്ഞ ഇത്രയും കാര്യം ഒന്നും കൂടെ ആവർത്തിക്കുന്നു. KP കറുപ്പന്റെ ഒരു കൃതിയുടെ പേരാണ് മഹാസമാധി. ആ കൃതി ആരെ കുറിച്ചാണ് എഴുതിയതെന്ന് കേട്ട് കഴിഞ്ഞാൽ TK മാധവനെ കുറിച്ച്. ആരാണ് ആ കൃതി എഴുതിയതെന്ന് കേട്ട് കഴിഞ്ഞാൽ KP കറുപ്പൻ. അപ്പൊ കൃതിയുടെ പേര് മഹാസമാധി, ആരെ കുറിച്ച് TK മാധവൻ, ആരെഴുതി KP കറുപ്പൻ. നമുക്ക് തിരിച്ചു വരാം. TK മാധവൻ 1885 1930 അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. ഒന്നുകൂടെ പറയാം: 1885 1930. ജനന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി എന്ന സ്ഥലം. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി എന്ന സ്ഥലം. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി. ഒന്നുകൂടെ പറയാം: ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി. അപ്പോ TK മാധവൻ ജനിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി. അടുത്തതായിട്ട് TK മാധവന്റെ പ്രധാനപ്പെട്ട 3 അപരനാമങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. TK മാധവന്റെ പ്രധാനപ്പെട്ട 3 അപരനാമങ്ങൾ. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നതുമായിട്ടുള്ള ഒരു പേരാണ് നമ്മൾ ആദ്യം പറയുന്നത്. കേരള നവോത്ഥാനത്തിന്റെ മേഘ ജ്യോതിസ് എന്നറിയപ്പെടുന്നു. എന്ത് ജ്യോതിസാണ്? മേഘ ജ്യോതിസ്. കേരള നവോത്ഥാനത്തിന്റെ മേഘ ജ്യോതിസ് എന്നറിയപ്പെടുന്നു TK മാധവൻ. ഒന്നുകൂടെ പറയാം: എന്ത് ജ്യോതിസാണ്? മേഘ ജ്യോതിസ്. രണ്ടാമത്തെ പേര് കേരള ഫുസ്സി ഫുഡ് എന്നറിയപ്പെടുന്നു. കേരള ഫുസ്സി ഫുഡ്. അദ്ദേഹത്തിന് ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് വിളിച്ചിരുന്ന ഒരു പേരാണ് കേരള ഫുസ്സി ഫുഡ് എന്ന്. എന്തെന്ന് പറയുന്നത് ചെറിയൊരു കഥയാണ്. PSCക്ക് നിലവിൽ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും ആ വിളിപ്പേര് നമുക്കൊന്ന് പഠിച്ചു. എന്താണ് കാരണം എന്ന് കേട്ട് കഴിഞ്ഞാൽ അമേരിക്കയിലെ ഒരു വ്യക്തിയായിരുന്നു ഫുസ്സി ഫുഡ് ജോൺസൺ. അതും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, നിലവിൽ PSC ചോദിച്ചിട്ടില്ല. പക്ഷെ കാരണം ആ അമേരിക്കയിലെ വ്യക്തി ഫുസ്സി ഫുഡ് ജോൺസൺ, അദ്ദേഹം അമേരിക്കയിലെ മദ്യവർജനത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയായിരുന്നു. മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, അവിടെ കള്ള് ഷാപ്പുകളും മദ്യത്തിന്റെ ഉപഭോഗവും വളരെ കൂടുതലാണ്. എന്നാൽ വ്യവസായത്തിന്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കള്ള് ഷാപ്പുകളൊന്നും നടത്താൻ പറയാൻ സാധിക്കില്ല. എന്നാൽ വ്യവസായത്തിനുപരി കള്ളിന്റെ ഉപഭോഗം കൂടുകയും അത് ജനജീവിതത്തെ നല്ല രീതിയിൽ അല്ലെങ്കിൽ എന്താണ് ഇത് വിപരീതമായി ബാധിക്കുകയും ചെയ്ത സമയത്ത് ഇദ്ദേഹം നമ്മുടെ TK മാധവൻ അതിനുവേണ്ടി പോരാടുകയും കള്ളിന്റെ വ്യവസായത്തിന് ഉപരിയായിട്ടുള്ള ഉപഭോഗം കുറയ്ക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ നാട്ടുകാരെ വിളിച്ച ഒരു പേരാണ്, അല്ലെങ്കിൽ കിട്ടിയൊരു വിളിപ്പേരാണ് കേരള ഫുസ്സി ഫുഡ്. അപ്പൊ ഒന്നും കൂടെ പറയാം: എന്ത് ജ്യോതിസ്? മേഘ ജ്യോതിസ്. എന്ത് ഫുഡ്? ഫുസ്സി ഫുഡ്. ആരെ അറിയപ്പെടുന്നു? TK മാധവൻ. TK മാധവൻ ജനിച്ച സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി. ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് അദ്ദേഹത്തിന് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. കേരളത്തിലെ ക്ഷേത്ര പ്രവേശന പ്രക്ഷോഭങ്ങളുടെ
സ്ഥാപകൻ എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ സ്ഥാപകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ 3 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും PSC ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ളതുമാണ് ഞാൻ ഈ അണ്ടർലൈൻ ഇട്ടിട്ടുള്ള ആ വാക്യം. ഒന്നും കൂടെ പറയാം. ക്ഷേത്ര പ്രവേശന പ്രക്ഷോഭങ്ങളുടെ സ്ഥാപകൻ, പിതാവ്, നേതാവ് എന്നീ പേരിൽ അറിയപ്പെടുന്നു TK മാധവൻ. ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ആവർത്തിക്കുന്നു. കേരള നവോത്ഥാനത്തിന്റെ മേഘജ്യോതിസ്, കേരള ഫുസ്സി ഫുഡ്, കേരളത്തിലെ ക്ഷേത്ര പ്രവേശന പ്രക്ഷോഭങ്ങളുടെ സ്ഥാപകൻ. ഓർക്കുക, നമ്മൾ പഠിക്കുന്ന വ്യക്തി TK മാധവൻ. ഇവിടെ മേഘജ്യോതിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡൗട്ട് വരുന്ന ഒരു കൺഫ്യൂസിംഗ് ഫാക്ട് നവോത്ഥാന ചരിത്രത്തിലുണ്ട്. ആ പേരാണ് കേരള നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന വ്യക്തി. കേരള നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന വ്യക്തി. അപ്പൊ മേഘജ്യോതിസ് TK മാധവനാണ്. ആരാണ് സൂര്യ തേജസ്? അതിലോട്ട് നമ്മൾ വരുന്നു. സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കുറുമ്പൻ ദൈവത്താൻ. ആരാണ്? കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താൻ എന്ന് പറയുന്ന ഒരു നവോത്ഥാന നായകൻ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു 8 പോയിന്റുകൾ അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേരള നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന ആള് കുറുമ്പൻ ദൈവത്താൻ. ഈ കുറുമ്പൻ ദൈവത്താന്റെ കുട്ടിക്കാല നാമം PSC ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാല നാമമാണ് നടുവത്തമ്മാൻ എന്ന് പറയുന്നത്. എന്താണ്? നടുവത്തമ്മാൻ. അപ്പോ കുറുമ്പൻ ദൈവത്താന്റെ കുട്ടിക്കാലനാമം നടുവത്തമ്മാൻ. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര് കേരള നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നു. അടുത്തതായിട്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു പേരും കൂടെ നമ്മളിവിടെ പറഞ്ഞു പോകുന്നു. എന്തായാലും നമുക്ക് പറയുമ്പോൾ അതും കൂടെ പറഞ്ഞു പോവാം. ആ പേരാണ് പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ. പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ. അപ്പൊ കേരള നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ്സായി, നടുവത്തമ്മൻ എന്ന കുട്ടിക്കാലനാമമായി, പുലയ ഗീതങ്ങളുടെ പ്രചാരകനും ഈ 3 പേരുകളിലും അറിയപ്പെടുന്ന വ്യക്തിയാണ് കുറുമ്പൻ ദൈവത്താൻ. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സംഘടനയെ കൂടെ നമുക്കിവിടെ പറഞ്ഞിട്ട് പോവാം. 1917 അദ്ദേഹം സ്ഥാപിച്ചു ഹിന്ദു പുലയ സമാജം. എന്താണ് സമാജത്തിന്റെ പേര്? ഹിന്ദു പുലയ സമാജം. ഹിന്ദു പുലയ സമാജം. TK മാധവന്റെ സംഘടനയുടെ പേരല്ല നമ്മൾ പഠിക്കുന്നത്, കുറുമ്പൻ ദൈവത്താന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. 1917 ഹിന്ദു പുലയ സമാജം. ഇനി ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം അയ്യങ്കാളി എന്ന് പറയുന്ന നവോത്ഥാന നായകന്റെ മാനേജറായിട്ട് പ്രവർത്തിച്ചു. അയ്യങ്കാളി എന്ന നവോത്ഥാന നായകന്റെ മാനേജറായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് നമ്മുടെ കുറുമ്പൻ ദൈവത്താൻ. ഇവിടെ നമ്മൾ കുറുമ്പൻ ദൈവത്താനിലോട്ട് പോകാൻ കാരണം ഇവിടെ മേഘജ്യോതിസ്, അവിടെ സൂര്യ തേജസ്. നമ്മൾ തിരിച്ചെന്തിലോട്ട് വരുന്നു? TK മാധവനിലോട്ട് വരുന്നു. ഇനി നമ്മൾ പഠിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർഷങ്ങളിലൂടെയാണ് നമ്മൾ കിടക്കുന്നത്. TK മാധവന്റെ പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള വർഷങ്ങളിലോട്ട് കടക്കുന്നു. ഒന്ന് 1902. 1902 പ്രത്യേകം പഠിക്കുക. വർഷം ഏതാണ്? 1902. 1902 TK മാധവൻ ഒരു സംഘടന ആരംഭിച്ചു. ആ സംഘടനയുടെ പേരാണ് ഈഴവ സമാജം. ഈഴവ സമാജം. ഒന്നുകൂടെ പഠിക്കാം. ഈഴവ സമാജം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഈഴവ അസോസിയേഷൻ. അപ്പോ 1902 ഈഴവ സമാജം സ്ഥാപിച്ചു TK മാധവൻ. ഇവിടെ നമുക്ക് ഡൗട്ട് വരുന്ന അടുത്തൊരു കൺഫ്യൂസിംഗ് ഫാക്ട് ആണ് ഈഴവ മഹാസഭ. ഈഴവ മഹാസഭ എന്താണ്? ഈഴവ മഹാസഭ. അപ്പോ ഈഴവ സമാജമാണെങ്കിൽ TK മാധവൻ, അങ്ങനെയാണെങ്കിൽ ഈഴവ മഹാസഭ ഉദ്യോഗാർത്ഥികളെ നമുക്ക് എല്ലാവർക്കും അറിയാം അതാരുടേതാണ്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഈഴവ സമുദായത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുമായിട്ടുള്ള വ്യക്തിയായ പൽപ്പു, ഡോക്ടർ പൽപ്പുവിന്റെ ബുക്കിന്റെ അല്ലെ സംഘടനയുടെ പേരാണ് ഈഴവ മഹാസഭ. 1896 ഡോക്ടർ പൽപ്പു സ്ഥാപിച്ചു ഈഴവ മഹാസഭ. അതിനെ നമുക്കറിയാം ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ. ഇവിടെ വരുമ്പോൾ വെറും ഈഴവ അസോസിയേഷൻ അല്ലെങ്കിൽ ഈഴവ സമാജം 1902 TK മാധവൻ ആരംഭിച്ചു. അപ്പൊ പൽപ്പുവിന്റെ സംഘടന ഒന്നും കൂടെ പഠിക്കാം. ഈഴവ മഹാസഭ, മഹാനായ പൽപ്പു മഹാസഭ. ഇവിടെ വരുമ്പോഴത്തേക്കും എന്താണ്? സാധാരണക്കാർക്ക് ആയിട്ടുള്ള TK മാധവൻ ഈഴവ സമാജം. അപ്പൊ മഹാസഭ ഈഴവ സമാജം, ഈഴവ മഹാസഭ ഈഴവ സമാജം, ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ഇത് വെറും ഈഴവ അസോസിയേഷൻ. അടുത്ത് പറയുന്നു ഈ പൽപ്പുവിനെ കുറിച്ച് പറയുമ്പോൾ 1-2 കാര്യം കൂടെ നമുക്ക് കൂടെ പറഞ്ഞിട്ട് പോവാം. ബന്ധപ്പെടുത്തി പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഈഴവ മഹാസഭ എന്ന് പറയുന്ന സംഘടന അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം. 1896 ഈഴവ മെമ്മോറിയലിനെ നമുക്ക് ചേർത്ത് വായിക്കാം.
അപ്പോൾ നമുക്ക് ഈഴവ മെമ്മോറിയലിനെ കുറിച്ച് അറിയാവുന്നവർക്ക് എന്നാൽ അറിയില്ല, ഈഴവ മഹാസഭയുടെ വർഷം ചോദിച്ചാൽ അറിയില്ല. 1896 കാരണം ഈ ഈഴവ മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി പൽപ്പവും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഈഴവ മഹാസഭയുമാണെന്ന് നമ്മൾ മനസ്സിലാക്കി പോവുക. രണ്ടിന്റെ വർഷം 1896. നമ്മൾ തിരിച്ച് ടി കെ മാധവനിലോട്ട് വരുന്നു. 1904 1905 കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ആ പ്രക്ഷോഭത്തിന്റെ പേരാണ് നായർ ഈഴവ കലാപം. നായർ ഈഴവ കലാപം ഒന്നുകൂടെ പഠിക്കാം. നായർ ഈഴവ കലാപം. ഈ നായർ ഈഴവ കലാപം 1904-05 കാലഘട്ടത്തിലാണ് നടന്നത്. PSC അത് നടന്ന മേഖല വളരെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാം. കൊല്ലം കരുനാഗപ്പള്ളി പരവൂർ. കൊല്ലം കരുനാഗപ്പള്ളി പരവൂർ. അപ്പൊ സെന്റൻസ് ഇങ്ങനെയാണ്: 1904-05 കാലഘട്ടത്തിൽ കൊല്ലം കരുനാഗപ്പള്ളി പരവൂർ മേഖലയിൽ നടന്ന നായർ ഈഴവ കലാപത്തിന് തുടക്കം കുറിച്ച നേതാവ് അല്ലെങ്കിൽ അതിന്റെ പ്രധാന നേതാവ് TK മാധവൻ. നായർ ഈഴവ കലാപം നടന്ന വർഷം PSC ചോദിച്ചപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുത്ത വർഷം 1905 ആണ്. 4-5 എന്നുള്ള കാലഘട്ടമല്ല, ഒറ്റ വർഷം 1905 ആണ്. അത് നടന്ന മേഖല കൊല്ലം കരുനാഗപ്പള്ളി പരവൂർ. എന്താണ് ഈ നായർ ഈഴവ കലാപത്തിന്റെ കാരണം? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, പിന്നോക്ക സമുദായത്തിലെ കുട്ടികളുടെ സ്കൂൾ പ്രവേശനമാണ് അവിടെ ലക്ഷ്യം. പിന്നോക്ക സമുദായത്തിലെ കുട്ടികളുടെ സ്കൂൾ പ്രവേശനമാണ് എന്ത് നായർ ഈഴവ കലാപത്തിന്റെ കാരണം. 1903 എന്നുള്ള വർഷം നമ്മൾ ആലോചിക്കാം. 1903 SNDP രൂപീകരിക്കുന്നു. നമ്മുടെ ശ്രീനാരായണ ഗുരു. SNDP രൂപീകരിക്കുന്നു ശ്രീനാരായണ ഗുരു. അപ്പോൾ SNDP രൂപീകരിച്ചത് വഴി സംഘടിക്കാനുള്ള ശക്തി ലഭിച്ചു. അതുവഴി അവർക്ക് ലഭിച്ച അടുത്ത ഒരു വഴിയാണ് വിദ്യാഭ്യാസം നേടണം. അതിനു വേണ്ടിയിട്ടാണ് 1904 മുതൽ അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ മുറവിളി കൂട്ടിയതും അതിന്റെ ഫലമായിട്ട് നടന്നൊരു കലാപമാണ് നായർ ഈഴവ കലാപം. എന്തുകൊണ്ടാണ് ഇവിടെ നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വന്നെന്ന് കേട്ട് കഴിഞ്ഞാൽ, മേൽജാതിയിൽപ്പെട്ട ആൾക്കാരുടെ ഉടമസ്ഥതയിലുള്ള സ്കൂളുകൾ കൈകാര്യം ചെയ്തിരുന്നത് ആരാണ്? ഈ നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് ഈ കലാപത്തിന് നായർ ഈഴവ കലാപം എന്ന് പേര് വരാൻ കാരണം. നമ്മളിവിടെ പഠിക്കേണ്ട പോയിന്റ്, നായർ ഈഴവ കലാപത്തിന്റെ നേതാവ് TK മാധവൻ. നായർ ഈഴവ കലാപം നടന്ന വർഷം 1905. നായർ ഈഴവ കലാപം നടന്ന മേഖല കൊല്ലം കരുനാഗപ്പള്ളി പരവൂർ മേഖല. എന്തായിരുന്നു ലക്ഷ്യം? പിന്നോക്ക സമുദായത്തിലെ കുട്ടികളുടെ സ്കൂൾ പ്രവേശനം. അടുത്ത വർഷത്തിലോട്ട് കടക്കുന്നു. 1915. PSCയുടെ നിരന്തരം ആവർത്തിച്ചതും എല്ലാവരും തെറ്റിച്ചതുമായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. 1915 അദ്ദേഹം ഒരു പത്രം ആരംഭിച്ചു. അതിന്റെ പേരാണ് ദേശാഭിമാനി എന്ന പത്രം. നിലവിൽ നമുക്കറിയാം ഒരു ദേശാഭിമാനിയുണ്ട്, പക്ഷെ അത് TK മാധവനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പത്രമാണ്. TK മാധവന്റെ ദേശാഭിമാനി സ്ഥാപിതമായ വർഷം 1915. PSC ചോദിക്കുന്ന ദേശാഭിമാനിയുടെ സ്ഥാപകരിലും ഉത്തരം ആരുണ്ടെങ്കിലേ നമുക്ക് ശരി ഉത്തരം ഇതുവരെ PSC തന്നിട്ടുള്ളൂ. അത് TK മാധവൻ എന്നുള്ള വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമേ തന്നിട്ടുള്ളൂ. ഈ ഇടയ്ക്ക് ഒരു 2019 മധ്യഭാഗത്തായിട്ട് PSCയുടെ ഒരു ട്രേഡ് ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരെന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ 4 കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കളുടെ പേരാണ് ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ആക്കി. കാരണം അതിൽ ആരെ പേരില്ല? TK മാധവന്റെ പേരില്ല. പഠിക്കുക, ആവർത്തിച്ച ചോദ്യമാണ്. ദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ TK മാധവൻ. ദേശാഭിമാനി ആരംഭിച്ച വർഷം 1915. അപ്പൊ നമുക്ക് പഠിക്കാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ നേതൃത്വത്തിലുള്ള നിലവിലെ ദേശാഭിമാനി സ്ഥാപിതമായ വർഷം 1942. നിലവിലുള്ള ദേശാഭിമാനി സ്ഥാപിതമായ വർഷം 1942. കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്ന വർഷം 1939. അവരുടെ പത്രമായ ദേശാഭിമാനി സ്ഥാപിതമായത് 1942. അത് ഒരു ദിനപത്രമായിട്ട് ഇറങ്ങി തുടങ്ങിയത് 1946. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നിലവിലെ ദേശാഭിമാനിയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ പറയാം. 1939 രൂപീകൃതമായ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ആദ്യ സമരം ഏതാണെന്ന് PSC ചോദിക്കും. ഓപ്ഷനിൽ വരാം കീഴരിയൂർ ബോംബ് കേസ് വരാം, പുന്നപ്ര വയലാർ സമരം വരാം, കയ്യൂർ സമരം വരാം, കരിവള്ളൂർ സമരം, അങ്ങനെ ഒരുപാട് സമരങ്ങൾ വരാം. നമുക്ക് കൺഫ്യൂഷൻ ആവും. ഏതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ആദ്യ സമരം? ഉത്തരം മൊറാഴ സമരം. കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്നു. 1940. ഒരു വ്യക്തിയുടെ പേരും കൂടെ നമുക്ക് പഠിച്ചു പോകണം. KPR
ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി, KPR ഗോപാലൻ, അതിന്റെ നേതാവായിരുന്നു KPR ഗോപാലൻ. കാരണം 1939 വരെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നമ്മുടെ കേരളം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെങ്കിലും, ഒരുപാട് പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച നേതാക്കൾ അതിലുണ്ടെങ്കിലും, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാനറിലല്ല നടന്നത്. ആ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഉത്തരം മൊറാഴ സമരം, കണ്ണൂർ ജില്ല, 1940. പ്രധാന നേതാവ് KPR ഗോപാലൻ. തിരിച്ചു വരുന്നു TK മാധവനിലോട്ട്. 1918 അദ്ദേഹം തിരുവിതാംകൂർ നിയമസഭയിൽ അംഗമായി. 1918 തിരുവിതാംകൂർ നിയമസഭയിൽ അദ്ദേഹം അംഗമായി. അതിനുശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രക്ഷോഭമാണ് നമുക്ക് പഠിക്കേണ്ടത്. നിരവധി ക്വസ്റ്റ്യൻ PSC അങ്ങനെ വലിയ വില കൊടുത്തൊന്നും കണ്ടിട്ടില്ല. നമ്മൾ പറഞ്ഞു പോകുന്നതിന്റെ ഇടയ്ക്ക് പറയുന്നേ ഉള്ളൂ. പക്ഷെ അടുത്ത വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ നിയമസഭയിൽ അംഗമായതിനു ശേഷം അദ്ദേഹം 1919 എന്ന വർഷം 1919 എന്ന വർഷം അദ്ദേഹം ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. ആ പ്രക്ഷോഭത്തിന്റെ പേരാണ് പൗര സമത്വവാദ പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിന്റെ പേരാണ് പൗര സമത്വവാദ പ്രക്ഷോഭം. പൗര സമത്വവാദ പ്രക്ഷോഭം. എന്താണ് പൗരസമത്വവാദ പ്രക്ഷോഭത്തിന്റെ കാരണം? സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഒരു കൂട്ടം ആൾക്കാരുടെ ജീവിത ഉപാധിയായിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പഠിക്കുക? റവന്യൂ വകുപ്പിൽ തിരുവിതാംകൂറിൽ റവന്യൂ വകുപ്പിൽ അവർണർക്കും അഹിന്ദുക്കൾക്കും ജോലി പ്രവേശനം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രക്ഷോഭത്തിന്റെ പേരാണ് പൗര സമത്വവാദ പ്രക്ഷോഭം. കൂടെ പറയുക, പൗര സമത്വവാദ പ്രക്ഷോഭം. വർഷം 1919. നേതാവ് TK മാധവൻ. ഏത് വകുപ്പിലേക്കാണ് ജോലി ആവശ്യം? റവന്യൂ വകുപ്പിലേക്ക്. അവർണർക്കും അഹിന്ദുക്കൾക്കും ജോലി വേണം. കാരണം അന്ന് അഹിന്ദുക്കളെ കൂടെ ജോലിക്ക് കയറ്റാത്തതിന് കാരണം അവർണരെ നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ താഴേക്കിടയിലുള്ളവയാണ്. അവർക്കൊന്നിനും ഒരു കാര്യത്തിനും മേലോട്ട് വരാനുള്ള അധികാരമൊന്നും ആരും മേൽജാതിക്കാർ കൊടുത്തിരുന്നില്ല. എന്നാൽ അഹിന്ദുക്കൾക്ക് അവർക്ക് ജാതിവക ഭേദങ്ങൾ വളരെ കുറവാണ്. അഹിന്ദുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻസും മുസ്ലിംസുമാണ്. അവർക്ക് എന്തുകൊണ്ട് ഇവിടെ ജോലിക്ക് വന്നുകൂടാ? ഒറ്റ കാരണമേ ഉള്ളൂ, റവന്യൂ വകുപ്പും ദേവസ്വം വകുപ്പും അന്ന് തിരുവിതാംകൂറിൽ ഒരുമിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോ റവന്യൂ വകുപ്പിലേക്ക് ജോലിക്ക് കേട്ടുന്ന ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരാഴ്ച ഷിഫ്റ്റ് ചിലപ്പോൾ എവിടെയായിരിക്കും? റവന്യൂ വകുപ്പിൽ. അടുത്ത ആഴ്ച ദേവസ്വം വകുപ്പിന്റെ ബന്ധത്തിലുള്ള ക്ഷേത്രത്തിലോട്ട് പോകേണ്ടി വരും. പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ആർക്ക് റവന്യൂ വകുപ്പിൽ അവർണർക്കും അഹിന്ദുക്കൾക്കും ഒരുപോലെ ജോലി പ്രവേശനം ഇല്ലാതിരുന്നത്. ആ സമയത്ത് അങ്ങനെ ഒരു കണ്ടീഷൻ വേണ്ട. റവന്യൂ വകുപ്പിൽ എന്ത് വേണം? അവർണരെയും അഹിന്ദുക്കളെയും കേൾക്കണമെന്ന് പറയുന്ന പ്രക്ഷോഭത്തിന്റെ പേരാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. ഈ പ്രക്ഷോഭത്തിലെ മറ്റു ചില രണ്ട് നേതാക്കളെ കൂടെ നമുക്ക് പഠിക്കാം. ഒന്ന് TK മാധവൻ, NV ജോസഫ്. TK മാധവൻ, NV ജോസഫ്, AJ ജോൺ. TK മാധവൻ, NV ജോസഫ്, AJ ജോൺ. ഇവരാണ് ആ പ്രക്ഷോഭം നയിച്ചത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് PSC ചോദിക്കുന്നത്: റവന്യൂ വകുപ്പിലേക്ക് അവർണർക്കും അഹിന്ദുക്കൾക്കും ജോലി പ്രവേശനം ലക്ഷ്യമിട്ട് തിരുവിതാംകൂറിൽ തുടങ്ങിയ പ്രക്ഷോഭത്തിന്റെ പേര് പൗരസമത്വവാദ പ്രക്ഷോഭം. വർഷം 1919. ആ പ്രക്ഷോഭത്തിന്റെ നേതാക്കൾ TK മാധവൻ, NV ജോസഫ്, AJ ജോൺ. ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇവിടെ ഉണ്ട്. ഇതിന്റെ ഫലമായി പൗരസമത്വവാദ പ്രക്ഷോഭത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിൽ നിന്ന് ഏത് വകുപ്പിനെ നീക്കം ചെയ്തു? ദേവസ്വം വകുപ്പിനെ നീക്കം ചെയ്തു. റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വകുപ്പിനെ നീക്കം ചെയ്തതോടുകൂടി നമ്മുടെ പൗരസമത്വവാദ പ്രക്ഷോഭം അവസാനിക്കുകയാണ് ഉണ്ടായത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമുക്ക് വേറൊരു വ്യക്തിയെ പഠിക്കുമ്പോഴാണ് കൂടുതലും അത് പറയാനുള്ളത്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: തിരുവിതാംകൂറിലെ ഉദ്യോഗ നിയമനങ്ങളിലും നിയമനിർമ്മാണ സഭകളിലും ജനസംഖ്യ ആനുപാതികമായി തുല്യനീതി ആവശ്യപ്പെട്ടുകൊണ്ട് ഈഴവ മുസ്ലിം ക്രൈസ്തവർ നടത്തിയ സമരം. ആ ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിക്കാണും. എന്താണ്? നിവർത്തന പ്രക്ഷോഭം 1932. നിവർത്തന പ്രക്ഷോഭം 1932. എന്നാൽ ഇത് റവന്യൂ വകുപ്പിലേക്ക് മാത്രം നടന്ന പ്രക്ഷോഭം പൗരസമത്വവാദ പ്രക്ഷോഭം 1919. ഇത് എല്ലാ ഉദ്യോഗസ്ഥ തലങ്ങളിലും എല്ലാ മേഖലകളിലും ജോലി വേണം എന്ന് പറയുന്ന സമരമാണ് നിവർത്തന പ്രക്ഷോഭം. ഇവിടെ പൗരസമത്വവാദ പ്രക്ഷോഭം. ഇതിന് തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ഫാക്റ്റ് ആണ്, മാറി പോകരുത്.